89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിന്റെ സമയം തുടങ്ങുവാണ്. 2 പേർ ചേർന്നാണ് ഷട്ടർ ഉയർത്തുന്നത് കേട്ടോ. ഒരാളുടെ പേര് കെവിൻ എന്നാണ്, ഒരാളുടെ പേര് RJ വിനു. നമ്മള് ഇന്ന് ഒരു വണ്ടി മാത്രമാണ് ഗാരേജിന്റെ അകത്തുള്ളത്. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു വാഹനം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കഥകളൊക്കെ വന്നിരുന്നു. അതായത് ഈ സെഗ്മെന്റിൽ ഇത്രയും വില കുറച്ച് ഈ ഒരു വാഹനം വിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര വേരിയേഷൻസ് ഉണ്ട്, എഞ്ചിന് എത്രത്തോളം പവർ ഉണ്ടാകും, അങ്ങനെ ഒത്തിരി കഥകൾ. അതായത് ഒത്തിരി നല്ല വാർത്തകളും ഒത്തിരി നല്ലതല്ലാത്ത വാർത്തകളും ഒക്കെ ആയിട്ട് ആദ്യം നിരത്തുകളിലെത്തിയ ഒരു സെഗ്മെന്റിലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു വണ്ടിയാണ്. അതെ, ഈ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ? കറക്റ്റ് ആണ്. ഇതിപ്പോ എന്താ പറയുക, ഇത് ഞാൻ കെവിനോട് ചോദിക്കാതെ പറഞ്ഞ ഇൻട്രോയാണ്. ഇതിപ്പോ ഞാൻ പുറത്ത് ഒരു ഓട്ടോ ജേർണലിസ്റ്റ് അല്ലാത്ത ഞാൻ സാധാരണക്കാരായ മനുഷ്യരിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു ചോദിക്കുമ്പോൾ ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയണമല്ലോ. അങ്ങനെ പിന്നീട് ഈ വാഹനത്തിന്റെ പല വേർഷൻസ് വന്നു, പല വേരിയേഷൻസ് വന്നു. ഇതെല്ലാം കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി പേർ വാഹനം എടുത്തു തുടങ്ങി. എന്നിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് അല്ലെ 2025 മോഡൽ, അതാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തിറങ്ങിയ ഈ വാഹനത്തിന്റെ ഏറ്റവും പുത്തൻ വേർഷൻ. ഫേസ് ലിഫ്റ്റ്. അപ്പോ അത് കെവിന്റെ കയ്യിൽ കിട്ടിയിട്ട് എത്ര നാളായി? ഞാനൊരു 6 മാസത്തോളം വാഹനം ഉപയോഗിച്ചു. 6 മാസത്തോളം വാഹനം ഉപയോഗിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇനി അങ്ങോട്ടേക്ക് കാര്യങ്ങൾ പറയാൻ പോകുന്നത്, കഥകൾ പറയാൻ പോകുന്നത്. ആ വാഹനം നമ്മൾ ഗാരേജിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഒരു വെൽവെറ്റ് ക്ലോത്ത് കൊണ്ട് മൂടിയിട്ടിട്ടുണ്ട്. ആ ക്ലോത്ത് ഒന്ന് തുറക്കണം, വണ്ടീനെ പുറത്തേക്കൊന്ന് ഇറക്കണം. ഏതാണ് വാഹനം? ഈ വാഹനത്തിന് ഒറ്റ പേരേ ഉള്ളൂ, നിസാൻ മാഗ്നൈറ്റ്. ഒരുപാട് മനുഷ്യരുടെ വാഹന സ്വപ്നങ്ങൾ പൂവണിയിച്ച ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേര് വാഹനം എടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഏതെടുക്കണം, നമുക്ക് മാഗ്നൈറ്റ് എടുത്താൽ മതി. എന്തുകൊണ്ടും നമുക്ക് പറ്റിയ, നമ്മളുടെ ആ ഒരു പോക്കറ്റിന് പറ്റിയ ഒരു വാഹനമാണെന്ന് പലരും വിധി എഴുതിയ വാഹനമാണ്. അത്രത്തോളം കുടുംബങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനമാണ്. അതിന്റെ 2025 മോഡൽ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. നേരെ നമ്മൾ പുറത്തേക്ക് അഭിമാനത്തോടെ ഇറക്കുവാണ്. എങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ, അല്ലെങ്കിൽ 6 മാസം ഉപയോഗിച്ച ആളെന്ന നിലയ്ക്ക് കെവിൻ സന്തോഷത്തോടെയാണ് ഷട്ടർ തുറക്കാൻ പോകുന്നത്. വളരെ സന്തോഷമാണ്. ഒരുപാട് സന്തോഷത്തോടെ 2 പേർ ചേർന്ന് ഷട്ടർ ഉയർത്തുന്നു. മാഗ്നൈറ്റ് നമ്മൾ പുറത്തേക്ക് എത്തിക്കുവാണ്. മാഗ്നൈറ്റിന്റെ കഥകളുമായിട്ട് റേഡിയോ ഗാരേജിന്റെ സമയം ഇവിടെ തുടങ്ങുവാണ്. 2 പേരുണ്ട് കൂടെ, വിനുവും കെവിനുമാണത്. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിൽ നിസാൻ മാഗ്നൈറ്റിന്റെ ഒരു ലോങ് ടൈം എക്സ്പീരിയൻസ് കഥകളാണ് കേട്ടോ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് കെവിനാണ്. കെവിനോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒന്നും വിടാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞ വിനുവാണ്. അപ്പോ കെവിൻ, മാഗ്നൈറ്റ് കിട്ടിയിട്ട് ഏതാണ്ട് 6 മാസക്കാലമാകുവാണ്. അതായത് മാഗ്നൈറ്റ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാനുള്ള സമയമായിട്ടുണ്ട്. 6 മാസം വണ്ടി ഓടിച്ചതിന് ശേഷം മാത്രമേ അതിനെപ്പറ്റി അഭിപ്രായം പറയുള്ളൂ എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. ലോങ് ടൈം നമ്മൾ ചെയ്യുകയാണെങ്കിൽ മിനിമം 6 months ആണ്. 6 മാസം കൊണ്ട് മാത്രമേ നമ്മളൊരു അഭിപ്രായം പറയുള്ളൂ. അതിന്റെ മേലെ വേറൊരാൾക്ക് അഭിപ്രായം പറയാൻ ഉണ്ടാകില്ല. 6 മാസം നമ്മൾ ബ്രാൻഡ്സിന്റെ അടുത്ത് പറയുമ്പോൾ ചില ബ്രാൻഡ്സ് മാത്രമേ അത് എഗ്രി ചെയ്യാറുള്ളൂ. അങ്ങനെ എഗ്രി ചെയ്യാത്ത നിരവധി വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ചിലപ്പോൾ അവർ പറയും 10 ദിവസം നമ്മൾ തരാം. 10 ദിവസം ആണെങ്കിൽ ലോങ് ടൈം ഞാൻ ചെയ്യില്ല, മിനിമം 6 മാസം. 6 മാസം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ച് പരീക്ഷിച്ച് അതിന്റെ കുറ്റങ്ങളും നന്മകളൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ. നല്ലത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 3-4 മാസമാണ്. ഏറ്റവും കുറഞ്ഞ 4 മാസം. 4 മാസമെങ്കിലും മിനിമം വേണം. അപ്പോൾ മാഗ്നൈറ്റ് അല്ലെങ്കിൽ നിസാൻ ആ ഒരു ഉറപ്പ് അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് 6 മാസത്തേക്ക് മാഗ്നൈറ്റ് തന്നുവിട്ടു. 6 മാസമായി മാഗ്നൈറ്റ് ഓടിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ചർച്ച തുടങ്ങാൻ പോകുന്നത്. ഈ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കെവിന്റെ ആ ചിരി കൊണ്ട് തന്നെ മനസ്സിലാവും ഇത് കലക്കിയിട്ടുണ്ട്, കിടിലനായിട്ടുണ്ട്. 2025 മുമ്പുണ്ടായിരുന്ന മാഗ്നൈറ്റും ഇപ്പോൾ ഇറങ്ങിയ മാഗ്നൈറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഡിസൈൻ സെയിം തന്നെയാണ്. വലത്തെ മിറർ എടുത്ത് ഇടത്തേക്ക് വെച്ചു, ഇടതുവശത്ത് ടയർ എടുത്ത് വലതുവശത്തേക്ക് ഇട്ടു. അങ്ങനത്തെ ചേഞ്ചുകളാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറയാം. ടയറിന്റെ കളർ ഒന്ന് മാറ്റി, അങ്ങനെയുള്ള 2-3 കളർ കൂടി പുതിയത് വന്നു. ഒരു ചെറിയ മിനുക്ക് പണികൾ നടത്തി. ഒരു പുതിയ കളർ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗോൾഡൻ വിത്ത് ബ്ലാക്ക്. അതാണ് ഈ ഒരു 2025 ഒരു സന്തോഷ സൂചകമായി പുറത്തിറക്കിയ കളർ. അതെ. പിന്നെ ഗ്രില്ല് കുറച്ചുകൂടെ ഒന്ന് ബോൾഡർ ആക്കി, ലൈറ്റ് കുറച്ചുകൂടെ ഒന്ന് റീഡിസൈൻ ചെയ്തു. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ. ശരി. അത് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചെറിയ മാറ്റങ്ങളുമായിട്ട് വന്നെങ്കിലും ഇതിനു മുൻപും നമുക്ക് ഈ ഒരു വാഹനത്തെ പറ്റി അങ്ങനെ ഒരുപാട് കുറ്റമൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഈ ഒരു കൊടുക്കുന്ന പൈസക്ക് മുതലാണ് എന്ന് പലരും പറഞ്ഞിട്ടുള്ള വാഹനമാണ്. അങ്ങനെ തന്നെ അല്ലായിരുന്നോ? വിലയിലും വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. വിലയിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ വണ്ടി കയ്യിൽ കിട്ടി. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണോ? തമിഴ്നാട് രജിസ്ട്രേഷൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയപ്പെട്ടിട്ട് ആദ്യമായിട്ടാണ് കെവിന് ഒരു ലോങ് ടൈം ആയിട്ട് TN രജിസ്ട്രേഷൻ ഉള്ള വണ്ടി കിട്ടുന്നത്. ബാക്കിയെല്ലാം നമ്മള് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുള്ള വണ്ടികളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോ തമിഴ്നാട് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു മാഗ്നൈറ്റ് കെവിന്റെ കയ്യിലേക്ക് കിട്ടുന്നു. 6 മാസം അത് ഓടിച്ച് നടന്ന് അതിന്റെ ആ ഒരു എല്ലാ അവസ്ഥകളിലൂടെയും വണ്ടിയെ കൊണ്ടുപോയിട്ടുണ്ടാവും. എന്നിട്ട് വേണമല്ലോ നമുക്ക് അഭിപ്രായം പറയേണ്ടത്. അങ്ങനത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അഭിപ്രായം പറച്ചിലാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. റേഡിയോയിൽ പാട്ട് വരും. പാട്ട് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കഥകൾ തുടങ്ങാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra
Radio Garage. റേഡിയോ ഗാരേജിൽ നിസാൻ മാഗ്നറ്റിന്റെ ഒരു ലോങ് ടൈം ഡ്രൈവിന്റെ എക്സ്പീരിയൻസ് ആണ് കെവിൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റ് കയ്യിൽ കിട്ടിയിട്ട് 6 മാസമായി, ഇപ്പൊ തിരിച്ചു കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതെ, എങ്ങനെയാണ് മാഗ്നറ്റിന്റെ ഒരു നമ്മള് വണ്ടിയെ പറ്റി പൊതുവെ എനിക്ക് തോന്നുന്നു കുറച്ചു പേരെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ടട്ടോ, ഇപ്പൊ അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. ഈ വണ്ടിക്ക് പവറൊക്കെ ഭയങ്കര കുറവാണ്, ഈ വലുപ്പത്തിനനുസരിച്ചുള്ള പവറൊന്നും ഇവനില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? നിസാൻ മാഗ്നറ്റിന്റെ ടർബോ പെട്രോളിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊരു പ്രസക്തിയില്ല. ഇല്ല, ടർബോ പെട്രോളാണ്. ടർബോ പെട്രോളിൽ ഈ ഒരു പറച്ചിൽ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവനെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരും. പൊക്കോൾ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അതെ, ഓക്കെ. അതിൽ ഞാൻ ഉപയോഗിച്ചത് CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. എനിക്ക് തോന്നുന്നു CVT-യെക്കാട്ടിലും കുറച്ചുകൂടി ഫണ്ട് വരുന്നത് മാനുവലാണ്. ടർബോ പെട്രോളിലെ മാനുവൽ എടുക്കണം വണ്ടി. അതെ, ഈ സെഗ്മെന്റ് നോക്കുന്ന സമയത്ത് ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു കാറും വേറെ ഇല്ല, ഈ സെഗ്മെന്റിലില്ല. ഓ, വളരെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കാലിനടിയിൽ ഒരു പവർ ഹൗസ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. ഓ, ഓക്കെ. അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം, നല്ല പുള്ളിങ് ഉള്ളൊരു വാഹനം. എസ്പെഷ്യലി CVT കൂടെ ആകുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ട്രാൻസ്മിഷനാണ്, നല്ല സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒരു സ്മൈൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മളിങ്ങനെ അറിയാതെ ഒന്ന് ചിരിച്ചു പോകും, വണ്ടി നമ്മളെ ചിരിപ്പിക്കും. ആ ഒരു ഫണ്ണാണ് തരുന്നത്. അതെ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പം അതിശയോക്തിയാണോ എന്ന് പല ആൾക്കാർക്കും തോന്നാം. നമ്മൾ ടർബോ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ടർബോയുടെ ഒരു സ്പൂളിംഗ് സൗണ്ട് ഉണ്ട്, അത് ഈ ഒരു വാഹനത്തിൽ അറിയാൻ സാധിക്കും. ഓക്കെ, അത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഗൂർക്കയുടെ എക്സോസ്റ്റ് ഇരിക്കുന്നത് നമ്മുടെ ഡ്രൈവറിന്റെ ആ ഒരു പില്ലറിന്റെ സൈഡിലാണ്. ഓക്കെ. ഗൂർക്ക ടർബോ പെട്രോൾ ഓടിക്കുന്ന സമയത്ത് അതിന്റെ ടർബോ സ്പൂളിംഗ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ആ ഒരു സെയിം സാധനം തന്നെ ഈ ഒരു മാഗ്നറ്റ് ടർബോയിൽ കേൾക്കാനായിട്ട് സാധിക്കും. അതൊരു എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കേൾക്കുന്ന കാര്യത്തെ പറ്റി ഉള്ള ഒരു കേൾവിയാണല്ലോ. അതുകൊണ്ട് തന്നെ ടർബോ പെട്രോൾ എടുത്തിട്ടുള്ളവർക്ക് എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. ഈ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ വണ്ടി എടുത്തതെന്ന് പറയുന്നുണ്ടാകും. വളരെ ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു വാഹനം. അത് ഈ ഒരു സെഗ്മെന്റ്, അതൊരു 7 lakh to 12 lakhs ആണ് ഈ ഒരു വാഹനത്തിന് ബഡ്ജറ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു ബഡ്ജറ്റിൽ കുറച്ചുകൂടി ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു വാഹനം ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, പക്ഷെ ഓടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. മനസ്സിലായി. ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് ഓർ മാനുവൽ. ടർബോ പെട്രോൾ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് വിടില്ല, ഉറപ്പായിട്ട് എടുത്തിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കെവിൻ 6 മാസമായി ഈ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിലം തൊടാതെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പറപ്പിച്ച കഥകൾ തന്നെയാണ് റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. നിസാൻ മാഗ്നറ്റ് ആണ് നമ്മൾ ഗാരേജിൽ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. അവതരിപ്പിക്കാനുള്ള കാരണം 6 മാസമായിട്ട് വാഹനം എല്ലാ തരത്തിലും ഓടിച്ചതിന്റെ അനുഭവങ്ങളുമായിട്ടാണ്. അവതരിപ്പിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമായിട്ട് കെവിന്റെ കയ്യിൽ വാഹനമുണ്ട്. എല്ലാ തരത്തിലുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഇതിൽ നിന്ന് നേടിക്കഴിഞ്ഞു. ആ നേടിക്കഴിഞ്ഞതിന്റെ വെളിച്ചത്തിൽ അവസാനം ഒരു ചിരിയോടുകൂടി വാഹനം തിരിച്ചയക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനം തിരിച്ചയക്കുമ്പോൾ ഇത് കുറച്ചു കാലം കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഗംഭീരമായതുകൊണ്ടാണ്. അത് ചോദിച്ചിട്ടുണ്ട്, ഇത് എന്നെ വിട്ട് പോകാതിരിക്കാൻ പറ്റുമോ അല്ലെ? ആ ഒരു സീനൊക്കെയാണ് അവസാനം. മൊത്തത്തിലേക്ക് കെവിൻ പവർ കൂടുന്നു അല്ലെങ്കിൽ പറപ്പിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ വണ്ടിയുടെ മൈലേജിനെ പറ്റി പലരും ഈ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ നെറ്റി ചുളിച്ചെന്നെ നോക്കുന്നുണ്ട്. ഇനിയും അത് ചോദിക്കും, മൈലേജ് ചോദിക്കുന്നത് എന്താണ് മൈലേജ് ഒക്കെ, ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമോ? അതാണ് നമ്മൾ ലോങ് ടൈം ആയിട്ട് വാഹനം ചോദിക്കാനുള്ള ഒരു കാരണം. നമ്മൾ നോർമലി വാഹനങ്ങൾ ഡ്രൈവിനൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് വാഹനത്തിന്റെ പവറൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും, എങ്കിൽ പോലും അതിന്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ മാഗ്നറ്റ് എൻ്റെ കയ്യിൽ വന്ന സമയത്ത്, ഈ ഒരു 6 മാസത്തോളം ഉപയോഗിച്ച സമയത്ത് ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണെന്ന് എനിക്കത് മനസ്സിലായത്. വാഹനം ആദ്യമേ തന്നെ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ടർബോ പെട്രോൾ എഞ്ചിൻ ആവുമ്പോൾ, എസ്പെഷ്യലി ഓട്ടോമാറ്റിക് കൂടെ ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്നുള്ളതാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല, 18 km/L ആണ് ഈ ഒരു 6 മാസത്തിനുള്ളിൽ പല രീതിയിൽ ചവിട്ടിപ്പൊളിച്ച് ഫൺ ടു ഡ്രൈവ് ആയിട്ട് ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയ മാക്സിമം മൈലേജ്. 18 കിലോമീറ്റർ മൈലേജ് ഒരു ടർബോ പെട്രോൾ എഞ്ചിന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ അത് കെവിൻ ഓടിക്കുമ്പോൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുവാണേ, അപ്പോ ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ 22 കിട്ടുമല്ലോ. തീർച്ചയായിട്ടും അതാണ്. അപ്പോ ആ ഒരു കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നത് മാറി കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെ ഇവർക്ക് സാധിച്ചു എന്നാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അത്രയധികം ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒറ്റ വാഹനം വെച്ചിട്ടാണ് നിസാൻ ഇന്ത്യയിൽ സർവൈവ് ചെയ്യുന്നത്. നിസാന്റെ വണ്ടികളെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞുകൊണ്ട് A4 ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ A4 ഷീറ്റിൽ വലിയ അക്ഷരത്തിൽ എഴുതും മാഗ്നറ്റ്. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും എഴുതാനില്ലല്ലോ. അപ്പൊ ഒറ്റ വണ്ടി കൊണ്ട് ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് അത്രത്തോളം ഗംഭീരമായാലേ നടക്കുള്ളല്ലോ. അത് 4 വർഷത്തോളം എടുത്തു. അതെ, വേറെ വണ്ടിയില്ല. ഓക്കെ, 4 വർഷങ്ങൾ കൊണ്ട് ഈ ഒരു വണ്ടിയിൽ മാത്രം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വണ്ടി അത്രത്തോളം മികച്ചതുകൊണ്ടും നിസാൻ എന്ന ബ്രാൻഡിന്റെ, നിസാന്റെ വണ്ടികൾ ലോകത്തിൽ
നിലവാരത്തിൽ ഏറ്റവും ഉയർന്ന വാഹനങ്ങളാണ്. മനസ്സിലായി. നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും നിസാൻ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ്. ആ ഒരു ക്വാളിറ്റി ഒരു വാഹനത്തിന്റെ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ്, അത് മാത്രമാണ് 6 മാസത്തേക്ക് കയ്യിലേക്ക് വണ്ടി എത്തിക്കാനുള്ള പ്രധാന കാരണം. അതെ. റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നിസാൻ മാഗ്നറ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിസാൻ മാഗ്നറ്റിനെ കുറച്ചധികം നാളുകൾ കയ്യിൽ കൊണ്ടു നടന്ന ആൾ എന്ന നിലയ്ക്കും 2025 പുറത്തിറങ്ങിയ ഏറ്റവും പുത്തൻ മോഡൽ, മാഗ്നറ്റിന്റെ ഏറ്റവും പുതിയ മോഡൽ അല്ലെ, ആ മോഡൽ ഇപ്പോ മാർക്കറ്റിൽ വന്നിട്ടുണ്ടല്ലോ, എല്ലാവരുടെയും കയ്യിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോ വാങ്ങിച്ച വാഹനത്തോടുള്ള ഇഷ്ടം കൂടുന്നതിന് വേണ്ടിയും മാഗ്നറ്റ് ഇനിയും പലർക്കും വാങ്ങിക്കാനുള്ള പ്രേരണ നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിസാനിൽ നിന്ന് കാശൊന്നും വാങ്ങിച്ചിട്ടില്ല, ഉള്ള കാര്യം മാത്രം പറയുള്ളൂ അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറയണമല്ലോ. ഇപ്പോ ഉള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ പറയാനിരിക്കുന്നേ ഉള്ളൂ. അയ്യോ, ഏറ്റവും അവസാനത്തേക്ക് ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യമൊക്കെ പറയും. അത് കേട്ട് നിസാൻ പേടിക്കണ്ട. അതായത് കെവിൻ 6 മാസം കൊണ്ട് ഓടിച്ച വാഹനത്തെ പറ്റി അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞുകൊണ്ട് ഞാനൊരു A4 ഷീറ്റ് തന്നെന്ന് വിചാരിച്ചു. ഏറ്റവും ആദ്യം എന്തായിരിക്കും എഴുതാൻ പോകുന്നത്? ആദ്യം എഴുതുന്നത് ഫൺ ടു ഡ്രൈവ്. ഓക്കെ, പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഈ ഒരു ഇത്രയും പവറിൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ്. അതെ അല്ലെ. 2 ഗംഭീരമായിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ്. ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന മ്യൂസിക് സിസ്റ്റം അതിഗംഭീരമാണ്. സൂപ്പർ മ്യൂസിക് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതും മറ്റുള്ള കോമ്പറ്റീറ്റർ വാഹനങ്ങൾ നോക്കുന്ന സമയത്ത് എടുത്തു പറയാം, നമ്പർ 1 പൊസിഷൻ കൊടുക്കാം. ശരി, മ്യൂസിക് എക്സ്പീരിയൻസിൽ. മനസ്സിലായി. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം ഡിസൈനാണ്. എസ്പെഷ്യലി ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് കുറച്ചുകൂടെ ബോൾഡർ ലുക്ക് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ലൈറ്റ് ഒക്കെ ഒന്ന് റീഡിസൈൻ ചെയ്തു, ഗ്രില്ല് കുറച്ചുകൂടെ ബോൾഡർ ആക്കി, ഇങ്ങനെ പുതിയ കളർ തീം പാറ്റേൺ കൊടുത്തു. റിയർ എൻഡിലേക്ക് വരുന്ന സമയത്ത് ടെയിൽ ലാമ്പ് യൂണിറ്റിന്റെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ചധികം മിനുക്ക് പണികൾ നടത്തിയിട്ടുണ്ട്. നല്ല മിനുക്ക് പണിയാണ് നടത്തിയത്. അതെ, അത് നല്ല രസമാണ് കാണാൻ. ഓക്കെ, കുറച്ചുകൂടെ അഴക് തോന്നിക്കുന്നത് ഇപ്പോഴാണ്. മനസ്സിലായി. പ്രീവിയസ് ജനറേഷനോട് ഭംഗി കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ചില വാഹനങ്ങൾ ഇതുപോലെ ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പറയും പഴയത് മതിയായിരുന്നു. ഇതങ്ങനെ പറയൂല. ഓക്കെ, ഞാൻ സ്വിഫ്റ്റിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലോ. മനസ്സിലായി. ഓക്കെ, ദെൻ ഇതിലെ കുറച്ചധികം ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, അത് നമ്മൾ നിസാൻ വാഹനങ്ങളിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ അത്ര ഒരു നല്ല എഞ്ചിനീയർഡ് ആയിട്ടുള്ള വാഹനങ്ങൾ കാണുന്ന ഒരു ഫീച്ചറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വാഹനം യൂസ് ചെയ്ത സമയത്ത്, ഞാൻ വാഹനം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വാഹനം ഒന്ന് വാഷ് ചെയ്തു രാവിലെ. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വാഹനം ഒന്ന് ഓണാക്കി കഴിഞ്ഞപ്പോൾ ബൈക്കിലെ വൈപ്പർ തന്നെ ഓണായി. അത് വാഹനം ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തു റെയിൻ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് വാഹനം. അപ്പം ഞാൻ റിവേഴ്സ് ഇട്ട ആ സമയത്ത് വാഹനം ഞാൻ റിവേഴ്സ് ഇട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി വൈപ്പർ ഓൺ ആയിട്ട് ബൈക്കിലെ വിൻഷീൽഡ്, ബൈക്കിലെ ഗ്ലാസ് ഒന്ന് വൈപ്പ് ചെയ്തു. അതായത് വാഹനം സെൻസ് ചെയ്യാണ് ഇതൊരു റെയിനി സിറ്റുവേഷനിലാണ് ഈ ഒരു വാഹനം. അപ്പോൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് വിസിബിലിറ്റി ബാധിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി വാഹനം വൈപ്പ് ചെയ്തു. ഓക്കെ, എന്തൊക്കെ പണികളാണ് നടക്കുന്നത്. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. അത് കൊള്ളാം, എന്നെ ഞെട്ടിച്ചു ആ ഒരു ഫീച്ചർ. അത് ഈ ഒരു സെഗ്മെന്റ് വാഹനങ്ങളിൽ വേറെ ആർക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത് നിസാൻ എന്ന ബ്രാൻഡിൽ നിന്നുമുള്ള ഒരു വാഹനത്തിന് അവർ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് വാല്യൂസ് ഉണ്ട്. മനസ്സിലായി. അതാണ് ഈ ഒരു വാഹനത്തിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിനീയറിംഗ് സൈഡിൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഇട്ടൊരു വാഹനമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോറൊക്കെ ഒന്ന് തുറന്ന് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ സാധിക്കും. തുറന്നതാണ്, അങ്ങനെയാണ്, അങ്ങനെ തോന്നണമല്ലോ. അതെ. പിന്നെ ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ എലമെന്റ്സ്, ഒരു ലെതർ എലമെന്റ്സ് ഡോർ പാഡിലും ഡാഷ്ബോർഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ഒരു വളരെ പ്രീമിയം എലമെന്റ്സ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെന്റിലെ പല വാഹനങ്ങൾ, അതായത് ഈ ഒരു സെഗ്മെന്റിലെ പല വാഹനങ്ങൾ മാത്രമല്ല, ഇതിന്റെ എബോ സെഗ്മെന്റിലെ പല വാഹനങ്ങളിലും ഇല്ലാത്ത ഒരു ഫീൽ ഗുഡ് ഫാക്ടർ. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ പൊക്കി പറയും ആണെന്ന് തോന്നാം, പക്ഷേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാര്യം ഇതിൽ കൊടുത്തിരിക്കുന്ന ആംബിയൻ ലൈറ്റിംഗ് ഇതിന്റെ എബോ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ പോലും ഇല്ല. ഇവരുടെ തരക്കാർക്ക് മാത്രമല്ല, ഇവരുടെ ചേട്ടന്മാർക്ക് ഒരു ഭീഷണിയായി മാറും. അതെ. കാര്യം ഇതിന്റെ ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഡോറിൽ നിന്ന് തുടങ്ങി ഡാഷ്ബോർഡിലെത്തി 2 ഡോറിനെ കണക്ട് ചെയ്യുന്ന രീതിയിലായിട്ട് ഒരു യു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എബോ സെഗ്മെന്റിൽ ഒരു വാഹനം, ഞാൻ പേര് പറയുന്നില്ല, അതിലെ ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡോർ തുറക്കുന്ന ഒരു ലിവർ ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു മിന്നാമിനി പോലെ ചെറിയൊരു ലൈറ്റ് ആർക്കോ വേണ്ടി വെച്ചിട്ടുണ്ട്. അതാണ് ആംബിയൻ ലൈറ്റിംഗ്. ഓക്കെ, വാഹനം എനിക്ക് മനസ്സിലായി, ഞാനും പറയുന്നില്ല. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർ കണ്ടുപിടിക്കട്ടെ. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ പേര് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. റേഡിയോയിൽ ഇപ്പൊ പാട്ട് തരും, പാട്ടിന്റെ സമയത്തിൽ അത് ഏത് വാഹനം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരണം. ഒരു ടാസ്ക് ആണ് ഇത്. സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. നിസാൻ മാഗ്നറ്റിന്റെ 2025 പുറത്തിറങ്ങിയ
ഏറ്റവും പുതിയ മോഡൽ കഥകളാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് കെവിൻ എന്നാണ്. കെവിൻ 6 മാസമായിട്ടുള്ള അനുഭവമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരാൾക്കും ഈ ഒരു വാഹനത്തെ പറ്റി പറയാനില്ല, അല്ലെങ്കിൽ കെവിൻ പറയുന്നതിന്റെ മുകളിൽ ഒരു പടി പോലും, ഒരു പൊടി പോലും ആർക്ക് കൂട്ടാനില്ല. ഓക്കെ, അപ്പോ കെവിൻ എങ്ങനെയാണ് വാഹനത്തിന്റെ ഇന്റീരിയർ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് അത് തീർക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്രത്തോളം മികച്ച കാര്യങ്ങൾ, മികച്ച സൗകര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന വാഹനമാണോ? അതെ, ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത്, പ്രൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വാല്യൂ പ്രൊപ്പോസിഷൻ കൂടുതലാണ്. ഒരു 7 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള വാഹനം, അല്ലെങ്കിൽ ആ ഒരു പ്രൈസിൽ നിൽക്കുന്ന ഒരു വാഹനത്തിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് അല്ല ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കുറച്ചുകൂടി ഒരു എബോ സെഗ്മെന്റിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ്സിലെ ലെതർ എലമെന്റ്സ് ഒക്കെ ആണെങ്കിലും, സീറ്റിലെ കംഫർട്ട് ആണെങ്കിലും ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു നമുക്ക് പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. അത് ടെക്സ്ചർ മെറ്റീരിയൽസ് ഒക്കെ, അതായത് ഡോർ പാഡിലും ഡാഷ്ബോർഡിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ലെതർ എലമെന്റ്, ഡാഷ്ബോർഡ് ഫുള്ള് ലെതർ എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കോഫി ബ്രൗൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടി നമുക്കൊരു പ്രീമിയം ഫീൽ നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. കൂടാതെ ഡിജിറ്റൽ കീ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, വാഹനത്തിന്റെ അടുത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും. അതായത് വാഹനത്തിന്റെ അടുത്തേക്ക് വരുന്നെന്ന് പറയുമ്പോൾ മറ്റു വാഹനങ്ങളിൽ കാണാത്തൊരു ഫീച്ചറാണ്. മറ്റു വാഹനത്തിന്റെ വളരെ ക്ലോസ് ആയിട്ട് വന്നാലേ അൺലോക്ക് ആവുള്ളൂ. നമ്മൾ വാഹനത്തിൽ നിന്നും ഒരു കുറച്ച് ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ പോലും വാഹനം സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ പുറത്തു പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യും, അൺലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് വാഹനത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമല്ല, ഒരു ചെറിയൊരു ഡിസ്റ്റൻസ്, വളരെ ചെറിയ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ സെൻസ് ചെയ്യും. വണ്ടിയുടെ മുതലാളി വരുന്നുണ്ട്, വേഗം എല്ലാം തുറന്ന് കാറ്റൊക്കെ കയറ്റിയിട്ടോ എന്നുള്ള ഒരു സാധനമാണ്. അതെ, അങ്ങനെ ഒരു ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം, വളരെ പവർഫുൾ ആയിട്ടുള്ള AC ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്ര പവർഫുൾ ആയിട്ടുള്ള AC ഞാൻ മാരുതി വാഹനങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് മാരുതി വാഹനങ്ങൾ AC പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും AC വളരെ പവർഫുൾ ആയിട്ടുള്ള AC ആണ്. നമ്മൾ കുറച്ചേരം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ചിൽ മൂഡാണ്. പിന്നെ വേണമെങ്കിൽ AC ഓഫ് ചെയ്യാം. അത്ര നല്ലൊരു കൂളിംഗ് കിട്ടുന്ന ഒരു AC ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുള്ളത്, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. പഴയതാണ്. ഒരു 4 വർഷം പുറകിലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി നമ്മളിങ്ങനെ കുറ്റം പറയില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. വിന്റേജ് ഫീൽ കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം പഴയ സാധനം കൊണ്ടത് കയറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിന്റേജിൽ ചിലപ്പോൾ ഇതിലും നല്ലതായിരിക്കാം. വിന്റേജ് എന്ന് പറഞ്ഞ വെറുതെ വിന്റേജിനെ കളിയാക്കരുത് അല്ലേ? അപ്പോ അതെന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. തീരെ മോശമാണ്. അത്ര മോശമാണ് ആ ഒരു സിസ്റ്റം. അത് മാറ്റുന്നതായിരിക്കും നല്ലതെന്നാണ് വാഹനം എടുക്കുന്ന ഒരാളോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്നാൽ അതിനൊരു ഫീച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട് താനും. ഇവിടുന്ന് എത്തിയിട്ടുമില്ല, ഇവിടെ പുറപ്പെടുകയും ചെയ്ത് അവിടെ എത്തിയിട്ടും ഇല്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷെ കൊടുത്തിട്ടുണ്ട് ഒരു സാധനം. പിന്നെ പടി ലാംപ്സ് വരുന്നുണ്ട്. കൂടാതെ നിസാന്റെ ലോഗോസ് നമുക്ക് ഈ ഒരു ഡോർ പാഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് രാത്രി ലൈറ്റ് ചെയ്യും ഡോർ തുറക്കുന്ന സമയത്ത്. സോ അതൊക്കെ ഒരു നിസാൻ വാഹനങ്ങളിൽ കാണുന്ന ഒരു ടച്ചാണ്. അത് നമ്മൾ ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്തുണ്ട് 4 ഡോറിൽ നമുക്ക് അതിന്റെ ഒരു ലോഗോയും ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇന്റീരിയറിൽ അത്യാവശ്യം നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. കുറച്ചുകൂടെ വാല്യൂ പ്രൊപ്പോസിഷൻ കൂടുതലാണ് കമ്പയറിംഗ് ടു അതർ മോഡൽസ്. അപ്പൊ എന്തായാലും ഒരുപാട് പേരെ സന്തോഷിപ്പിക്കും എന്നതിൽ ഒരു സംശയമില്ല. ചെറിയ കുറ്റങ്ങൾ നമ്മൾ അവസാനം പറഞ്ഞെങ്കിലും കുറ്റങ്ങളെക്കാൾ കൂടുതൽ കഴിവുകളുള്ള നിസാൻ മാഗ്നറ്റിന്റെ കഥകളാണ് റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവും കെവിനും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര Radio Garage. റേഡിയോ ഗാരേജിൽ നിസാൻ മാഗ്നറ്റിനെ പറ്റി തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഴുവൻ നമ്മൾ നിസാൻ മാഗ്നറ്റിനെ പറ്റി പറയും. വണ്ടി ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പലരും നടക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നാളായി. കെവിന്റെ കയ്യിൽ വണ്ടി കിട്ടിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പറഞ്ഞിട്ട് മതി വണ്ടി എടുക്കാൻ എന്നൊക്കെയാണ് പലയിടത്തും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറ്റമാണെങ്കിൽ അത് കുറ്റം എന്ന് പറഞ്ഞു തന്നെ നമ്മൾ പറയും. നമുക്കാരെയും അങ്ങനെ അല്ലേ ഇഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, കൂടുതൽ സന്തോഷിപ്പിക്കേണ്ട കാര്യമില്ല, വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. കെവിൻ ഇപ്പോ വണ്ടി ഓടിച്ചപ്പോൾ, വണ്ടി ഇപ്പൊ ടർബോ പെട്രോൾ എഞ്ചിൻ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫൺ മുഴുവൻ ആസ്വദിച്ച വാഹനമാണെന്ന് പറഞ്ഞല്ലോ. മൊത്തത്തിൽ ഒരു വണ്ടി ഓടിക്കുന്നയാളുടെ ഒരു കംഫർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വാഹനം കുറച്ചുകൂടി നല്ല റിഫൈൻ ആയിട്ടുള്ള വാഹനമാണ്. അത് റിഫൈൻമെന്റ് എന്ന് പറയുന്നത് പുറത്തെ സൗണ്ട് കാര്യമായിട്ട് അകത്തേക്ക് വരുന്നില്ല. NVH ലെവൽ, നോയിസ് വൈബ്രേഷൻ ഹാർഷ്നെസ്, NVH ലെവൽസ് കുറച്ചുകൂടി മികച്ച രീതിയിൽ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുറത്തെ വലിയ സൗണ്ട് ഒന്നും കാര്യമായിട്ട് അകത്തേക്ക് വരുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് കുറച്ചൊരു പീസ് ഓഫ് മൈൻഡ് ആണ്. ഇപ്പൊ പുറകിൽ ഒരാൾ കിടന്ന് വലുതായിട്ട് ഹോൺ അടിച്ചാൽ പോലും നമുക്ക് കാര്യമായിട്ടൊരു സൗണ്ട് അകത്തേക്ക് വരുന്നില്ല. നമുക്ക് അയാളോട് ദേഷ്യം തോന്നൂല, നമ്മളിത് കേൾക്കുന്നില്ല. അതിലേക്ക് വരുന്ന സമയത്ത് കുറച്ചൊരു കംഫർട്ട് ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല നമ്മളൊരു കട്ടറുള്ള റോഡിൽ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ പോലും വലിയ അൺഡ്യൂലേഷൻസ് ഒന്നും ഉള്ളിലേക്ക് അറിയില്ല. കുറച്ചുകൂടി ഒരു സോഫ്റ്റ്വെയർ സസ്പെൻഷൻ ആണ്. കുറച്ചൊരു കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നത്. വിച്ച് മീൻസ് നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്, CVT ആണ്.
ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് CVTs അധികം ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു CVT പ്ലസ് ടർബോ പെട്രോൾ എന്ന് പറയുമ്പോൾ അതൊരു നല്ല കോമ്പിനേഷൻ ആണ്. മനസ്സിലായി. AMT ആണ് നോർമലി ഈ ഒരു പ്രൈസിൽ നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിസാൻ CVT കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് ടർബോ പെട്രോൾ എഞ്ചിൻ. സോ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗും കംഫർട്ടും ടോപ്പ് ക്ലാസ് ആണ്. 100ൽ 95 മാർക്ക് കൊടുക്കാം. 95 മാർക്ക് കൊടുത്തിരിക്കുന്നു. അതെ, A+ കിട്ടും. നല്ല മാർക്കാണ്, A+ ആണ്. അതെ. ഓക്കെ, 5 മാർക്ക് പോയത് എവിടെയാണെന്ന് മാത്രം ആരും ചോദിക്കരുത്, അത് ഞങ്ങൾ പറയൂല. റേഡിയോയിൽ ഇപ്പൊ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ നിസാൻ മാഗ്നറ്റുമായിട്ട് തുടങ്ങിയ യാത്രയാണ്. 6 മാസം മാഗ്നറ്റ് പലതരത്തിൽ പല ഇടങ്ങളിൽ പല തലങ്ങളിൽ ഓടിച്ചതിന്റെ വെളിച്ചത്തിൽ പറയുന്ന അനുഭവ സാക്ഷ്യം എന്നൊക്കെ പറയാലോ. ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സംസാരിക്കുകയാണ് കെവിൻ. കെവിൻ, അപ്പോൾ നമ്മള് ഏറെക്കുറെ ഗാരേജിന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണേ. എവിടെയെങ്കിലും എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നതിനേക്കാളും എന്തെങ്കിലും കുറ്റം പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? കുറ്റം പറയണം, കുറ്റം പറയണം. നമ്മൾ മലയാളികളാണ്, കുറ്റം പറയാതെ ഒന്നും നമ്മളങ്ങനെ പോകില്ല. ഓക്കെ, കുറ്റമായിട്ടല്ല. ഈ ഒരു വാഹനം ഞാൻ ഉപയോഗിച്ച സമയത്ത് ഏകദേശം ഒരു 15,000 കിലോമീറ്റേഴ്സ് ഓടിയ വാഹനം ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സർവീസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ കിട്ടിയ സമയത്ത് 9,000 സംതിങ് ആയിരുന്നു. സോ 10,000-ലാണ് ഈ ഒരു വാഹനത്തിന്റെ സർവീസ് വരുന്നത്. സർവീസിന് സമയത്ത് നിസാൻ വാഹനം കൊണ്ടുപോയിട്ട് സർവീസ് തിരിച്ചു കൊണ്ടുവന്നു. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, വാഹനത്തിന്റെ ഉള്ളിൽ വൈബ്രേഷൻസ് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, എനിക്ക് ഒരു ബൂട്ടിനോട് ചേർന്നിട്ടുള്ള ഡിക്കയുടെ സൈഡിൽ നിന്നാണ് ഒരു വൈബ്രേഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ മീഡിയ കാർ ആയതുകൊണ്ടായിരിക്കാം, പലരും ഓടിച്ചൊരു വാഹനമാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ബട്ട് എന്നാലും നമുക്കൊരു ചെറിയ ഒരു 10,000-15,000 കിലോമീറ്റർ ആയ സമയത്ത് വാഹനത്തിന്റെ അകത്തുനിന്ന് ചെറിയ സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. വൈബ്രേഷൻസ് ആണ്, വലിയൊരു സൗണ്ടോ കാര്യങ്ങളൊന്നുമല്ല, അത് വരുന്നുണ്ട്. പിന്നെ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ കീ ഡിജിറ്റൽ ആണല്ലോ ഇപ്പം, അപ്പം അതിന്റെ ബാറ്ററി ലോ ആയിട്ടുണ്ട്. അതായത് 15,000 കിലോമീറ്റർ ആകുന്നതിന് മുന്നേ തന്നെ 10,000-നും ഒരു എനിക്കൊന്ന് 12,000 ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. 12,000 ആയപ്പോൾ തന്നെ വാഹനത്തിൽ കീയുടെ ബാറ്ററി ലോ ആയിട്ടുണ്ട്, വാണിംഗ് വന്നു. 12,000 കിലോമീറ്റർ ആയെന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ ആൾ ഓടിക്കുന്ന 12,000 കിലോമീറ്റർ അല്ല. കെവിനെ പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമാരുടെ 12,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് പടയെന്ന് പറഞ്ഞാകും, ഒത്തിരി കാലം എടുത്താകുന്നതല്ല. എന്ന് പറഞ്ഞാൽ ബാറ്ററിക്ക് ലൈഫ് നന്നായിട്ട് കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് മാത്രമാണ് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം. സർവീസ് എക്സ്പെൻസ് ഒന്നും വലുതായിട്ടൊന്നും വരുന്നില്ല. നെറ്റ്വർക്ക്സ് ഒക്കെ ഇപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. റീസെയിൽ വാല്യൂ ഉള്ള ഒരു വാഹനമാണ്. നിസാന്റെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യൂസിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും ഈ ഒരു വാഹനം തന്നിട്ടില്ല. ഈ ഒരു ഇത്രയും ലോങ് ടൈം വന്ന സമയത്ത് ചില വാഹനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്ത സമയത്ത് നമ്മൾ തിരിച്ച് നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് കൊടുത്ത വാഹനങ്ങൾ എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാത്ത വാഹനങ്ങൾ പോലും ഉണ്ട്. അതെ, എനിക്ക് 2 വീലേഴ്സ് ഒക്കെ കിട്ടിയ സമയത്ത്, ഇലക്ട്രിക് 2 വീലർ ഒരു കമ്പനിയുടെ കിട്ടിയ സമയത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് ടോ ചെയ്തുകൊണ്ട് പോകായിരുന്നു. വണ്ടി തന്നിട്ട് വണ്ടി എടുക്കാൻ അവർ വേറൊരു വണ്ടിയായിട്ട് വരേണ്ടി വന്നു അല്ലേ? സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 9-9:30 സമയമായി. കാലൂർ സ്റ്റേഡിയത്തിനടുത്ത് വെച്ചാണ്. അതിനടുത്ത് താമസമായതുകൊണ്ട് നടന്നു പോകുന്ന ദൂരം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ പുറകുള്ള അൽത്താസെ പോയിട്ട് ഷവർമയൊക്കെ തിന്നിട്ട് പയ്യെ പോകേണ്ടി വന്നേ. ഓക്കെ, കുഴപ്പമില്ല, രക്ഷപ്പെട്ടല്ലോ. അതെ, അപ്പോൾ കാര്യമായിട്ടുള്ള തലവേദനകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആകെ ഉള്ളത് ഈ ഒരു കീയുടെ ബാറ്ററി ലോ ആണ്. അപ്പം വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഇതൊന്ന് ഈ എക്സ്പെൻസ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. 12,000 കിലോമീറ്ററിൽ എനിക്ക് വന്നു. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് വരാതിരിക്കാം. പക്ഷെ എങ്കിലും കീ കാർഡിന്റെ ബാറ്ററി പെട്ടെന്ന് ലോ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന്റെ ബാറ്ററി ലോ ആകുകയാണെങ്കിൽ അതിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എനിക്ക് അറിയില്ല. ബിക്കോസ് നമ്മൾ ചേഞ്ച് ചെയ്തില്ല. വാഹനം കൊടുത്ത സമയത്ത് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ അത് കമ്പനി ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വാഹനം ഇത്ര നാൾ യൂസ് ചെയ്ത് ആരെങ്കിലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് നമുക്ക് അയച്ചു തരണം. റേഡിയോയുടെ ഇൻബോക്സിലേക്ക് ഒന്ന് ഇട്ടാൽ മതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന്. കെവിനപ്പോൾ നമ്മൾ ഏറെക്കുറെ നമ്മളുടെ ഗാരേജിന്റെ സമയം തീരുമ്പോൾ മാഗ്നറ്റിന്റെ ഒരു റേറ്റ് കൂടി, വില നിലവാരം കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത് 7 lakh to 12 lakhs ആണ്. 7 ലക്ഷം മുതൽ 12 ലക്ഷം. 12 ലക്ഷം എന്ന് പറയുന്നത് കോട്ടയത്തെ ഓൺ റോഡ് വിലയാണ്. അപ്പോൾ 7 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് ബ്രാക്കറ്റിൽ 4-5 വേരിയൻസ് നമുക്ക് ലഭിക്കും. CNG ഉണ്ട്, ടർബോ പെട്രോൾ ഉണ്ട്, നോൺ ടർബോ പെട്രോൾ ഉണ്ട്, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുണ്ട്, ദെൻ ഓട്ടോമാറ്റിക്കലും മാനുവലും ലഭിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ സന്തോഷമാണ്, ഹാപ്പിയാണ്. അതെ. അപ്പോൾ എന്തായാലും മാഗ്നറ്റ് തന്ന ആ ഒരു സന്തോഷത്തിന്റെ വെളിച്ചത്തിൽ ഗാരേജിന്റെ ഷട്ടർ 2 പേർ ചേർന്ന് ഉയർത്തിയെങ്കിൽ 2 പേർ ചേർന്ന് തന്നെയാണ് താഴ്ത്തുന്നത് കേട്ടോ. മാഗ്നറ്റിന്റെ സന്തോഷത്തോടെ യാത്രയാക്കുന്ന നേരമാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ മാഗ്നറ്റിനെ തമിഴ്നാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നത്. ഒരുപാട് പേർ മാഗ്നറ്റ് എടുക്കാൻ കാത്തിരുന്നെങ്കിൽ
ഉറപ്പായിട്ടും എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. അതെ. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വാഹനത്തിന്റെ അനുഭവങ്ങളുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് രണ്ടുപേരാണ്, വിനുവും കെവിനുമാണ്. വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി വാഹനങ്ങൾ ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റും 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് വളരെയധികം ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.